ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ടെഡി ഡേ സ്പെഷ്യലായിട്ട് ഒരു കുഞ്ഞ് ടെഡി ബെയറിനെ ഉണ്ടാക്കുന്നുണ്ട്. അതിനിതാ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സോക്സാണ് കേട്ടോ. എൻ്റെ കളർ എടുത്ത് ഈ ഒരു കളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നൂല്, പിന്നെ പൊട്ട്, പിന്നെ നമ്മൾ ഒഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ്സിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കത്രിക, പിന്നെ പെന്ന്, പിന്നെ ഇങ്ങനെ ഒരു കോട്ടൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കോട്ടൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലെന്തെങ്കിലും ടോയ്സൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഇങ്ങനെ കുറച്ച് സോഫ്റ്റ് ടോയ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് വെക്കുന്ന ഐറ്റംസിൽ അത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കോട്ടൺ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. മറ്റേത് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്, അതെടുത്താലും മതി. ഇപ്പം ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാനത് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതേപോലെ നമ്മുടെ ഒഴിഞ്ഞിട്ടുള്ള ഈ മെഡിസിൻസിൻ്റെ ഈ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് അതേപോലെ പൊട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ശരിക്കും ഒരു കണ്ണിൻ്റെ ഷേപ്പിലേക്ക് അപ്പോൾ വരിക. അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ നന്നായിട്ട് നമുക്കൊരു ഐബോൾ പോലെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ഇത് ഞാൻ ആ ടെഡിക്ക് വേണ്ടിയിട്ടൊരു കണ്ണ് പ്രിപ്പയർ ചെയ്തായിരുന്നു. പക്ഷേ ഒരുപാട് ചെറുതായി പോയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വലിയ ടാബ്ലറ്റ്സിൻ്റെ, അതായത് കുറച്ചുകൂടെ റൗണ്ട് ഉള്ള ആ ഒരു ടാബ്ലറ്റ്സ് ആയിരുന്നു ഇപ്പം ഞാൻ പിന്നീട് എടുത്ത് ലാസ്റ്റിലേക്ക് ഞാൻ അതാണ് കൊടുക്കുന്നത്. സെയിം മെത്തേഡ് തന്നെ പ്രിപ്പയർ ചെയ്തത്, ഉള്ളിൽ പൊട്ട് വെച്ചിട്ട്, പക്ഷേ കുറച്ചുകൂടെ വലുപ്പമുള്ളത് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സോക്സിനെ തിരിച്ചിടൂലേ, അതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഏരിയ ഞാൻ തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുന്നിയെടുക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കും. പക്ഷേ നമുക്ക് കുറച്ച് കൈപ്പണി തന്നെയാണ്, എന്നാലും കുഴപ്പമില്ലല്ലോ. നമ്മൾ വേഗത്തിൽ തുന്നിയെടുത്തിട്ടുണ്ട്. നമ്മളെ കൈ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് ഇങ്ങനെ തുന്നി കൊടുത്തിട്ട് അത് മൊത്തമായിട്ട് തുന്നിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഏരിയ ഒരു കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, ബാക്കി ഭാഗം. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഇതിങ്ങനെ തുന്നി കൊടുത്തതിന് ശേഷം ആണ് നമ്മളത് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു ഐറ്റം എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്താലും പ്രശ്നമില്ല. പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്പീഡിലാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ മുന്നെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എല്ലാ ഐറ്റംസും കൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർത്തിട്ടുള്ള എനിക്ക് അനുഭവം ഉള്ളതാണ് കേട്ടോ. കാരണം അതും ചെയ്തിട്ട് ഞാനൊരു ബോക്സും പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, അതായത് ഒരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ ആയിട്ട് ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് ഏട്ടന് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പക്ഷെ അന്ന് ഞാനിങ്ങനെ സോക്സ് വെച്ചിട്ടൊന്നുമല്ല കേട്ടോ ചെയ്തത്. അന്ന് ഞാൻ ക്ലേ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലേ വെച്ചിട്ട് ടെഡീനെ ഉണ്ടാക്കി ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിനെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ട് ചിലൊരു ദിവസം എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഫാനൊക്കെ നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടത്. അതാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഓരോ പ്രാവശ്യം പിന്നെ ചിലപ്പോൾ പേപ്പർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നൂലില്ല, നമ്മൾ ഈ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് ആ ഒരു നൂല് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ഞാൻ സോക്സ് വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞ് സോക്സ് വെച്ചിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് ചെയ്യുകയാണ്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും, അന്ന് വലിയ കാര്യമാക്കണ്ട. പിന്നെ ഇതേപോലെ ഒരുപാട് വലുത് നമുക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഈ ഒരു സോക്സ് ആയിരുന്നു ഉള്ളത്, കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കട്ടി കുറഞ്ഞിട്ടുള്ള സോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായിരിക്കും നമുക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലത്. കാരണം അതാകുമ്പോൾ നമുക്ക് തുന്നിയെടുക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നത്. ഇതെനിക്ക് തുന്നുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. കാരണം കുറച്ച് നന്നായിട്ട് കട്ടി തോന്നി. കാരണം ഈ ഒരു സാധനമൊക്കെ ഉള്ളിൽ നിറച്ചപ്പോഴത്തേക്ക് നമുക്ക് സൂചി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ ചെയ്തു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തന്നെ. പിന്നെ ഇതേപോലെ ആ ഒരു ഐറ്റം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെവിടിൻ്റെ ഭാഗമാണ് നിറച്ച് കൊടുത്തത്. കാരണം മറ്റേത് അവിടെ അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ റെഡിയാക്കി താഴെ വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ലാസ്റ്റ് വരെ എൻ്റെ വരെ കൊടുത്തതിന് ശേഷം ആ ഒരു എൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് തുന്നിയെടുത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല വൃത്തിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും ചിലപ്പം. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ അതേപോലെ തന്നെ ബ്ലാക്ക് നൂലാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് വൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ സോക്സ് ആണെങ്കിൽ ഇതായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വൈറ്റ് ഈ ഒരു കളറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൈറ്റ് എടുക്കുക. അതായത് നമ്മൾ ഏത് കളർ സോക്സാണോ എടുക്കുന്നത് അതിന് സിമിലർ ആയിട്ടുള്ള നൂലെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർഫെക്ഷൻ കുറവ് വരും. കാരണം
അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ബ്ലാക്കായിട്ട് കാണുന്നുണ്ട്. കാരണം അത് ആ ബ്ലാക്ക് നൂലെടുത്തുകൊണ്ടാണ്. പക്ഷേ എന്നാൽ ഞാൻ മാക്സിമം ഞാനത് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ എന്നാൽ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തിലൂടെ ഞാൻ ആ ഒരു കോട്ടൺ ഇട്ടിട്ട് ഒന്നുകൂടെ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതാ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ടെഡിയുടെ എൻഡ് പോർഷൻ ഞാൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂറായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് നമ്മൾ അതിന് ശേഷമാണ് അടുത്ത പരിപാടികളിലേക്ക് കടക്കുന്നത്. ഇപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഈ പൊങ്ങിയിട്ട് ഒരു പില്ലോ മോഡലായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിന് എന്ത് വേണം, ആ ഒരു ടെഡിക്ക് തലയും വാലും കാലും എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഐറ്റംസും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേൻ്റെ ഭാഗം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെൻറ്ററിൽ, അതായത് ബാക്കിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഏതാണോ ഇതിൽ നല്ല ഭാഗമായിട്ട് തോന്നുന്നത് അതിന് ഫ്രണ്ട് പോർഷൻ എടുക്കുക. അതിന് ശേഷം ബാക്കിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം ഞാനിങ്ങനെ നൂലുകൊണ്ട് ഇങ്ങനെ എടുത്തപ്പം എന്നാലും ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ അവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത് ചിലപ്പോൾ ഞാൻ വൈറ്റ് ആയിരുന്നു എടുത്തതെന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി സെയിം കളർ തന്നെ നിങ്ങൾക്ക് നൂല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കുക കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ തുന്നിയെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ തുന്നി പോയതിന് ശേഷം ഒന്നായിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കഴുത്തിൻ്റെ പോർഷൻ നന്നായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. ഇത് നൂല് പൊട്ടിപ്പോകാതെ നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റേത് കുറച്ച് കട്ടിയുള്ള സോക്സ് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോക്സും പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, ഉള്ളിൽ നിറച്ചിട്ടുള്ളത്, അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ സോഫ്റ്റ് ടോയ്സിലൊക്കെ കാണുന്നില്ല, ഒരു പഞ്ഞി പോലുള്ളൊരു ഐറ്റം, അതായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് വലിക്കുമ്പോൾ അങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ എൻ്റേതിപ്പോൾ രണ്ടും കുറച്ച് കട്ടിയുള്ള ഐറ്റം ആയതുകൊണ്ട് എനിക്ക് ഇതേപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ കാലിൻ്റെ ഭാഗം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സെൻറ്ററിൽ കൊടുത്തിട്ട് അതിന് ശേഷം നോക്കിക്കോട്ടോ നിങ്ങൾ എങ്ങനെയാണത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, കുറച്ച് സൂചി കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അത് കട്ടി കൂടുതലുള്ളതുകൊണ്ട് കേട്ടോ. ഇനി ആ ഒരു സെൻറ്റർ തൊട്ടിട്ട് അതിൻ്റെ താഴെ വരെ, അതായത് രണ്ട് കാല് അങ്ങനെ രൂപപ്പെട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് നൂല് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, കാരണം നന്നായിട്ട് കാണുന്നുണ്ടാവല്ലോ. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ചെയ്ത് താഴെ വരെ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും രണ്ട് കാല് പോലെ തന്നെ കിട്ടും. ഇതിപ്പോൾ കുറച്ചുകൂടെ നമ്മൾ കോട്ടണൊക്കെ ഉള്ളിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റേത് കുറച്ച് കട്ടിക്കാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ അധികം നിറയ്ക്കാൻ പോയിട്ടില്ല. പിന്നെ മറ്റേ ആ ഒരു അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല കട്ടിക്ക് ഇങ്ങനെ പൊങ്ങിയിട്ട് നല്ലൊരു ടെഡിയായിട്ട് വരുമായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റേത് മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റേത് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എന്നാലും എനിക്കിതങ്ങനെ തുന്നുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കൈയിൻ്റെ മുകളിലൊക്കെ സൂചി കുറേ പ്രാവശ്യം കുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പെർഫെക്റ്റൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ താഴെ വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാലിൻ്റെ രണ്ട് ഷേപ്പായിട്ട് തന്നെ വരും. അപ്പോൾ ഇതിന് നമുക്കൊന്നിപ്പോൾ ഒരു ഇരുത്താൻ പാകത്തിന് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനതിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ അതിന് ടെഡിക്ക് ഏകദേശം ഒരു ട്യൂബായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു മുകളിലത്തെ ഭാഗം നമ്മൾ ആ ചെവിടുകളാക്കിയപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഞാൻ മറ്റൊന്നല്ല ചെയ്യുന്നത്. ഇത് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് ഞാനിത് അതേപോലെ മടക്കിയിട്ട്, ഇതിപ്പോൾ ആ ഒരു സോക്സ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞതായൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പണിയെടുത്തിട്ടാണെങ്കിൽ ഞാൻ നന്നായിട്ട് ഇതാക്കിയിട്ട് ആ ടെഡിക്കൊരു മൂക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ടെഡിയുടെ മൂക്ക് നമുക്കറിയാം, എല്ലാ ടെഡി ബിയറിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാം, അതേപോലെ അങ്ങനെ പൊങ്ങിയിട്ട് നിൽക്കും അല്ലേ. അതിന് വേണ്ടി ഞാൻ കുറച്ചുകൂടെ ആ ഒരു കോട്ടൺ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ നിറച്ച് കൊടുക്കുമ്പോൾ കണ്ടോ, അങ്ങനെ കുറച്ച് ഇങ്ങനെ ആ ഒരു മൂക്കിൻ്റെ ഭാഗം ഇങ്ങനെ പൊങ്ങി വരുന്നില്ലേ. അപ്പോൾ അത് നമ്മളിനി അതിന് ശേഷം അങ്ങനെ വന്നതിന് ശേഷം ഞാനത് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തുന്നി കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നമ്മൾ സ്റ്റിച്ച് ചെയ്ത കാര്യം അറിയാത്ത രീതിയിൽ വേണം ഇത് തുന്നി കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവുക കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നൂലിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ.
പിന്നെ ഇതാ സെൻറ്ററിൽ ഞാൻ ഇതേപോലെ ഒരു മൂക്കിൻ്റെ ആ ഒരു ഏരിയ നമുക്കറിയാം ടെഡീൻ്റെ അങ്ങനെയാണ് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ഒരു അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൽ തുന്നി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ടെഡീൻ്റെ ഒരു ലുക്കിലേക്ക് വന്നിട്ടില്ല, ആ ഒരു ബ്ലാക്ക് മൂക്കിൻ്റെ അടുത്തും കൂടെ വന്നപ്പോൾ. അപ്പോൾ ഇനി ഞാൻ അതിലെ കൂടെ ഇങ്ങനെ തുന്നി കൊടുക്കാൻ വേണ്ടി പോകും കേട്ടോ. തുന്നി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കണ്ണുണ്ടാക്കിയിട്ടുള്ളത്. കണ്ണ് ഞാൻ കുറച്ചുകൂടെ വലിയ മറ്റേ ടാബ്ലറ്റിൻ്റെ കുറച്ചുകൂടി വലുതെടുത്തു കേട്ടോ. മറ്റേത് കുറേ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ ആക്കിയത്. അതിനുശേഷം ഞാൻ എന്താ വെച്ചാൽ അതിൻ്റെ സൈഡിലൊക്കെ, കാരണം അതൊരു വെറും ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയി കിടക്കുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ വെച്ചാൽ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് നമ്മളെ ബ്ലൂ ഇങ്കാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള പെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ആ ഒരു ബ്ലൂവും പിന്നെ ബ്ലാക്കും കൂടെ ആയിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കാണാൻ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ഐബോൾസും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതിപ്പോൾ വാലാണ് കേട്ടോ, എൻ്റെ ഒരു കുഞ്ഞു വാലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഇതേപോലെ തന്നെ ആ സെയിം സോക്സ് തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് അതേപോലെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇത് നിറച്ചിട്ട് ഇതേപോലെ ഒരു കുഞ്ഞു വാല് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 കൈകളും കൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കൈ കൂടെ ഇനി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കൈയും കൂടെ നന്നായിട്ട് നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ, നമുക്കൊരു കുഞ്ഞ് ഹാർട്ടും കൂടെ കൊടുത്താലോ. പിന്നെ ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത കൈ അവിടെ ഇതാക്കി വെക്കുന്നില്ല കേട്ടോ, ഞാനങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം കൈയൊന്ന് ഫ്രീ ആയി നിന്നോട്ടെ. നമുക്കെന്തായാലും നമ്മുടെ ഹാർട്ട് അവിടെ ഒന്നിങ്ങനെ, ഞാനൊരു പേപ്പറല്ല ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ കാണുമ്പോൾ പേപ്പർ പോലെ ഉണ്ടല്ലേ, പേപ്പറല്ല അത് ഞാനൊരു റെഡ് കളറിലുള്ളൊരു ക്ലോത്ത് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഒരു ബനിയൻ്റെത്. അപ്പോൾ അത് ഞാനങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഹാർട്ട് വരച്ചിട്ട് അതൊന്ന് ഞാൻ ഈ ടെഡിയുടെ ആ ഒരു നെഞ്ഞിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ ആക്ച്വലി അതും ഹാർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കുറച്ചുകൂടെ ടൈമിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഐബോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. കണ്ടോ ടെഡീനെ എങ്ങനെയുണ്ട് കാണാൻ? ഹായ്, കണ്ടോ നല്ല ഭംഗിയില്ലേ, എന്തൊരു ക്യൂട്ടാല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.